ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു റൊമാൻറ്റിക് ആനിമി മൂവിയാണ്. ആനിമിയുടെ പേര് ഹൊറ്റാറോബി നോ മോറി അഥവാ ഇൻടു ദി ഫോറസ്റ്റ് ഓഫ് ഫയർഫ്ലൈസ് ലൈറ്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഹൈപ്പ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെൺകുട്ടി തന്റെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്റെ അമ്മാവന്റെ വീട്ടിൽ പോവാൻ തയ്യാറാവുകയാണ്. ഈ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് ഹൊറ്റാരോ ടാക്കക്കാവ. ഹൊറ്റാരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവൾ ഗിൻ എന്ന വ്യക്തിയെ പറ്റി ആലോചിക്കുന്നു. ഓരോ സമ്മറിലും ഞാൻ നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. ദെൻ അവളുടെ ഓർമ്മകൾ പാസ്റ്റിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഹൊറ്റാരുവിന് 6 വയസ്സുള്ളപ്പോൾ അവൾ ആദ്യമായി തന്റെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഗ്രാമത്തിലെ അമ്മാവന്റെ വീട്ടിൽ പോയ സമയം. അവിടെ വെച്ച് ഹൊറ്റാരു മലമുകളിലെ കാട്ടിൽ വഴിതെറ്റി പോകുന്നു. ആ കാട്ടിൽ ഗോസ്റ്റ് ഉണ്ടെന്നാണ് അവിടെയുള്ള ഗ്രാമവാസികൾ പറയാറുള്ളത്. പുറത്തേക്കുള്ള വഴി അറിയാതെ ഭയന്ന് അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ അവൾ ഒരു ശാന്തമായ ശബ്ദം കേട്ടു. ഹേയ്, എന്തു പറ്റി? ഇത് കേട്ട് ഹൊറ്റാരു നോക്കുമ്പോൾ ഒരു മാസ്ക് ധരിച്ച കുട്ടി അവിടെ നിൽക്കുന്നു. അവന്റെ പേരാണ് ഗിൻ. അവനെ കണ്ട സന്തോഷത്തിൽ ഹൊറ്റാരു ഓടി അവനെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഗിൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് ഹൊറ്റാറിനോട് പറയുന്നു, എന്നെ തുടരുത്. ഒരു മനുഷ്യൻ എന്നെ തൊട്ടാൽ ഞാൻ ഇല്ലാതെയാകും. ഹൊറ്റാരുവിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അവൾ വീണ്ടും ഗിന്നിനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഗിൻ ഒരു സ്റ്റിക്ക് എടുത്ത് അവളുടെ തലക്കടിക്കുന്നു. ഗിൻ പറയുന്നു, താൻ മനുഷ്യനല്ല, ഈ കാടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആത്മാവാണ്. ദെൻ ഹൊറ്റാറിനോട് തന്റെ കയ്യിലുള്ള സ്റ്റിക്ക് പിടിച്ച് തന്നെ ഫോളോ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഗിൻ ഹൊറ്റാറുയെ വെളിയിൽ കൊണ്ടുപോകുന്നു. വെളിയിലെത്തിയ ഹൊറ്റാരു ഗിന്നിനോട് ചോദിക്കുന്നു, ഞാൻ നാളെ വന്നാൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? ഇത് കേട്ട് ഗിൻ പറയുന്നു, ഈ കാട് ആത്മാക്കളും ദൈവങ്ങളും താമസിക്കുന്ന അപകടകരമായ സ്ഥലമാണ് എന്നല്ലേ ഇവിടെയുള്ള നാട്ടുകാർ നിങ്ങളോട് പറയാറുള്ളത്? ഹൊറ്റാരു തന്റെ പേര് അവനോട് പറയുന്നു. ശേഷം നാളെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഹൊറ്റാരുയെ കണ്ട് അവളുടെ അമ്മാവൻ, ഹൊറ്റാരെ, ഞാൻ പറഞ്ഞില്ലേ അവിടെ പോകരുതെന്ന്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നിങ്ങനെ അവളോട് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ അവർ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ ഹൊറ്റാരു അമ്മാവനോട് ആ കാട്ടിൽ ശരിക്കും ഗോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അമ്മാവൻ, എനിക്കറിയില്ല, ബട്ട് കുട്ടിക്കാലത്ത് എന്റെ ഫ്രണ്ട് ആ കാട്ടിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് കണ്ടിരുന്നു. ആ ഫെസ്റ്റിവലിനെ പറ്റി നാട്ടിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഇവിടെ ഹൊറ്റാറുവിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം അവളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് ഗിന്നാണ്. അടുത്ത ദിവസം ഹൊറ്റാരു ഗിന്നിനെ കാണാൻ വേണ്ടി പോകുന്നു. ഹൊറ്റാരുയെ കണ്ട് ഗിൻ, ഓ നീ വന്നോ? ഞാൻ കരുതി നീ വരില്ലെന്ന്. ഇത് കേട്ട് ഹൊറ്റാരു, അപ്പൊ നീ എന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഹൊറ്റാരു അവനെ ടച്ച് ചെയ്യാൻ പോകുന്നു. ഇന്നലത്തെ പോലെ തന്നെ ഗിൻ അവളുടെ തലക്കൊരടി കൊടുക്കുന്നു. ദെൻ അവർ രണ്ടുപേരും ആ കാട്ടിനകത്തേക്ക് പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായി ഹൊറ്റാരുവിന് തോന്നുന്നു. ഇങ്ങനെ ഹൊറ്റാരു നോക്കുമ്പോൾ അവൾ ഒരു ഗോസ്റ്റിനെ കാണുന്നു. ഹേ ഗിൻ, അവളൊരു ഹ്യൂമൻ ആണോ? ഞാൻ അവളെ കഴിച്ചോട്ടെ എന്നാ ഗോസ്റ്റ് ചോദിക്കുന്നു. ഇത് കേട്ട് ഗിൻ അവൾ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ഇത് കേട്ട് ആ ഗോസ്റ്റ്, ഓ അങ്ങനെയാണോ? നീ ഒരിക്കലും ഗിന്നിനെ ടച്ച് ചെയ്യാൻ പാടില്ല. നീ അഥവാ ടച്ച് ചെയ്താൽ ഞാൻ നിന്നെ കഴിക്കും എന്നിങ്ങനെ ഒരു വാണിംഗ് ഹൊറ്റാരുവിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഗോസ്റ്റ് പറയുമ്പോൾ ഗിൻ തുമ്മുന്നു. പെട്ടെന്ന് ആ ഗോസ്റ്റ് ഒരു ഫോക്സായി മാറി അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഹൊറ്റാരു ഒരു ഗോസ്റ്റിനെ കണ്ടതിൽ വളരെ ഹാപ്പി ആകുന്നു. ആ ദിവസം മുതൽ ഹൊറ്റാരുവും ഗിന്നും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അവർ ഒരുമിച്ച് കളിച്ചു, കഥകൾ പറഞ്ഞു, കാട്ടിലെ രഹസ്യ സ്ഥലങ്ങൾ അന്വേഷിച്ചു എന്നിങ്ങനെ അവർ നല്ല ഫ്രണ്ട്സായി മാറുന്നു. പതിവ് പോലെ അവർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഗിന്നിന്റെ അടുത്ത് പോയി ഹൊറ്റാരു അവന്റെ മാസ്ക് അയച്ചു നോക്കുന്നു. ഹൊറ്റാരുവിന് അവന്റെ മാസ്ക് ടച്ച് ചെയ്യാം. ബോഡി ടച്ച് ചെയ്താലാണ് ഗിൻ ഡിസപ്പിയർ ആകുക. ഹൊറ്റാരു ആദ്യമായി ഗിന്നിന്റെ മുഖം കാണുന്നു. ഇങ്ങനെ ഹൊറ്റാരു നോക്കുമ്പോൾ ഗിൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നു. ഇത് കണ്ട് ടെൻഷനായി ഹൊറ്റാരു ആ മാസ്ക് എടുത്ത് അവന്റെ മുഖത്ത് വെക്കുന്നു. ഇത് കണ്ട് ഗിൻ, ഹേയ്, ഉറങ്ങുന്ന ഒരാളെ ശല്യം ചെയ്യാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? ഇത് കേട്ട് ഹൊറ്റാരു, അതിന് നീ ഉറങ്ങിയില്ലല്ലോ. ഗിൻ അവളോട് തന്നെ കാണാൻ നോർമൽ പേഴ്സണെ പോലെ അല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഹൊറ്റാരു, നീ എന്തിനാണ് ഈ മാസ്ക് ധരിക്കുന്നത്? അത് പിന്നെ ഞാൻ ഈ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഞാനൊരു ഗോസ്റ്റ് ആണെന്ന് ആർക്കും മനസ്സിലാകില്ല. ദെൻ അവർ തിരിച്ചു പോകുമ്പോൾ നാളെ മുതൽ എനിക്ക് വരാൻ പറ്റില്ലെന്ന് ഹൊറ്റാരു ഗിന്നിനോട് പറയുന്നു. കാരണം അവളുടെ വെക്കേഷൻ അവസാനിച്ചു. ഇത് കേട്ട് ഒന്ന് സൈലന്റ് ആയി ഗിൻ, നിനക്ക് അടുത്ത വർഷം വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഹൊറ്റാരു വരുമെന്ന് പറയുന്നു. ഇതിനുശേഷം ഓരോ സമ്മറിലും ഹൊറ്റാരു ഗിന്നിനെ കാണാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വേറൊരു സ്പിരിറ്റ് ഗിന്നിനെ വാൺ ചെയ്യുന്നു. അവളൊരു ഹ്യൂമൻ ആണ്. അവൾ നിന്നെ ടച്ച് ചെയ്താൽ നീ എന്നേക്കുമായി ഡിസപ്പിയർ ആകും. ബട്ട് ഗിൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ദിവസം അവർ കളിക്കുമ്പോൾ ഹൊറ്റാരു മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീകുന്നു. അപ്പൊ ഗിൻ അവളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവൾ താഴെ വീകുന്നു. ഗിൻ അവളോട് സോറി പറയുന്നുണ്ട്. ഇത് കേട്ട് ഹൊറ്റാരു പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഹൊറ്റാരു വളർന്ന് ഒരു ടീനേജറായി മാറുന്നു. ബട്ട് ഗിൻ ഇപ്പോഴും അതേ രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ ഒരു ദിവസം ഹൊറ്റാരു ആലോചിക്കുന്നു, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഗിന്നിനേക്കാൾ പ്രായമാകും. ദെൻ ഹൊറ്റാരു തന്റെ അമ്മാവനോട് സംസാരിക്കുന്നു. അമ്മാവൻ ചോദിക്കുന്നു, നാളെ നീ എത്ര മണിക്കാണ് പോകുന്നത്? സോ അവരുടെ ഇത്തവണത്തെ സമ്മർ വെക്കേഷനും അവസാനിച്ചു. ദെൻ അമ്മാവൻ പറയുന്നു, ഇവിടെ മലകൾ കൂടുതൽ ഉള്ളതിനാൽ ഇവിടെ വിന്ററിൽ നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പ് മൗണ്ടൈനിലുള്ള ദൈവത്തിന് പോലും സഹിക്കാൻ സാധിക്കില്ല.
ഇത് കേട്ട് ഹൊട്ടാരു എന്തോ ആലോചിക്കുന്നു. അടുത്ത സീനിൽ ഹൊട്ടാരു ഗിന്നിനൊരു സ്കാർഫ് കൊടുക്കുന്നു. ദെൻ അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഇവിടെ ഹൊട്ടാരുവിന് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവളുടെ മൈൻഡ് മുഴുവനും ഇപ്പോ ഗിന്നാണുള്ളത്. ഇങ്ങനെ ഹൊട്ടാരു സ്കൂളിലേക്ക് പോകുമ്പോ അവളോട് ഒരു ഫ്രണ്ട്, ഹൊട്ടാരു നേരെ നോക്ക്, അവിടെ ഐസ് ഉണ്ട്, സോ നീ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എന്റെ കൈ പിടിച്ചോ. ഓ താങ്ക്സ് എന്ന് പറഞ്ഞ് ഹൊട്ടാരു അവന്റെ കൈ പിടിക്കുന്നു. അപ്പോൾ ഹൊട്ടാരു തന്റെ മനസ്സിൽ പറയുന്നു, ഗിൻ എനിക്ക് നിന്നെ ടച്ച് ചെയ്യണം. ഇവിടെ ഗിന്നിനെ കാണിക്കുന്നുണ്ട്. അവൻ ഹൊട്ടാരു നൽകിയ സ്കാർഫ് ധരിച്ചിട്ടുണ്ട്. വീണ്ടും ഹൊട്ടാരു ഗിന്നിനെ കാണാൻ വേണ്ടി വരുന്നു. ഇപ്പൊ ഹൊട്ടാരു ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പതിവ് പോലെ അവർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഗിൻ അവളോട് തന്റെ സ്റ്റോറി പറയുന്നു. ഗിൻ ഒരു കുഞ്ഞായിരുന്നപ്പോ അവന്റെ പേരൻസ് അവനെ ആ കാട്ടിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഗിൻ മരിക്കേണ്ടതായിരുന്നു. അപ്പൊ മലകളുടെ ദേവതയാണ് അവനെ രക്ഷിച്ചത്. ബട്ട് അതൊരു കേസ് പോലെയാണ്. അവൻ മനുഷ്യരെ ടച്ച് ചെയ്താൽ അവൻ എന്നേക്കുമായി ഇല്ലാതെയാകും. ദെൻ ഹൊട്ടാരുവിനെ നോക്കി ഗിൻ പറയുന്നു, ഹൊട്ടാരു നീ എന്നെ മറക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഇത് കേട്ട് ഹൊട്ടാരു, ഞാൻ നിന്നെ പറ്റി എല്ലാ ദിവസവും ആലോചിക്കാറുണ്ട്. നീ എന്നെ ഒരിക്കലും മറക്കരുത്. മേ ബി കാലം നമ്മളെ സെപ്പറേറ്റ് ചെയ്തേക്കാം, ബട്ട് അപ്പോഴും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അവിടുന്ന് കട്ട് ചെയ്ത ഒരു ദിവസം ഗിൻ ഹൊട്ടാറിനോട് അവരുടെ ഫെസ്റ്റിവലിനെ പറ്റി പറയുന്നു. നീ ചെറുതായിരുന്നപ്പോ ഞാൻ നീ പേടിക്കുമെന്നോർത്താണ് നിന്നോട് ഇതിനെ പറ്റി പറയാതിരുന്നത്. ബട്ട് ഇന്ന് രാത്രി നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ കുറെ നാളായി നിന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ഹൊട്ടാരു ഒരുപാട് ഹാപ്പി ആകുന്നു. ഇത് കണ്ട് ഗിൻ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി 8 മണിക്ക് വരണം. ഇത് കേട്ട് ഹൊട്ടാരു, ഞാൻ വരാം, ബട്ട് അവിടെ മുഴുവനും സ്പിരിറ്റ്സ് ആയിരിക്കില്ലേ, അതോർത്ത് നീ പേടിക്കണ്ട. പുറത്തു നിന്ന് കാണുമ്പോ ഇത് ഹ്യൂമൻസിന്റെ ഫെസ്റ്റിവൽ പോലെ തന്നെയാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഗിൻ ഹൊട്ടാരുനോട് പറയുന്നു. അങ്ങനെ നൈറ്റ് ആകുന്നു. ഫെസ്റ്റിവൽ കണ്ട് ഹൊട്ടാരു, ഇത് ശരിക്കും ഒരു ഹ്യൂമൻസിന്റെ ഫെസ്റ്റിവൽ പോലെ ഉണ്ടല്ലോ. ഇത് കേട്ട് ഗിൻ, അതെ, ചില സമയം ഹ്യൂമൻസ് വഴിമാറി ഇവിടെ വരാറുണ്ട്. ഇത് കേട്ടപ്പോ ഹൊട്ടാരു തന്റെ അമ്മാവന്റെ ഫ്രണ്ട്സ് ഈ ഫെസ്റ്റിവൽ കണ്ടതിനെ പറ്റി ആലോചിക്കുന്നു. ഗിൻ ഒരു വെള്ള തുണി എടുത്ത് അവർ രണ്ടുപേരുടെ കൈയും കൂട്ടിക്കെട്ടുന്നു. സെപ്പറേറ്റ് ആയി വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഗിൻ ഇങ്ങനെ ചെയ്തത്. ഇത് കണ്ട് ഹൊട്ടാരു, ഇതൊരു ഡേറ്റ് പോലെ ഉണ്ടല്ലോ. ഇത് കേട്ട് ഗിൻ ഇതൊരു ഡേറ്റ് ആണെന്ന് പറയുന്നു. ഇങ്ങനെ അവർ രണ്ടുപേരും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ അത്ഭുതത്തോടെ നോക്കുന്നു. അവർ രണ്ടുപേരും അവരുടെ ഈ നിമിഷം നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർ രണ്ടുപേരും ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൊട്ടാരു, എല്ലാ ദിവസവും ഞാൻ മറ്റൊരു സമ്മർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, കാരണം എനിക്ക് നിന്നെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഗിൻ പറയുമ്പോൾ ഹൊട്ടാരുവിന് അവനെ ടച്ച് ചെയ്യണമെന്നുണ്ട്. ബട്ട് അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഗിൻ തന്റെ മാസ്ക് ഊരി അവളുടെ മുഖത്ത് വെച്ച് അതിൽ കിസ് ചെയ്യുന്നു. കാരണം അവർക്ക് ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. എന്നിട്ട് അവളെ നോക്കി, ആ മാസ്ക് നീ എന്ന് പറയുന്നു. ഇങ്ങനെ അവർ നടക്കുമ്പോൾ 2 കുട്ടികൾ അവിടെ ഓടി വരുന്നു. അതിലൊരു കുട്ടി താഴേക്ക് വീകുമ്പോൾ ഗിൻ ആ കുട്ടിയെ പിടിക്കുന്നു. ആ കുട്ടി അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ ഹൊട്ടാരു നോക്കുമ്പോഴാണ് കാണുന്നത് ഗിൻ പതിയെ മാഞ്ഞു പോകുന്നു. ഗിൻ പിടിച്ച കുട്ടി ഒരു ഹ്യൂമൻ ആയിരുന്നു. ഇത് കണ്ട് ഹൊട്ടാരു ടെൻഷൻ ആകുന്നു. ബട്ട് ഗിൻ വളരെ കാമായി, ഹൊട്ടാരു നിനക്കിപ്പോ എന്നെ ടച്ച് ചെയ്യാം. ഇത് കേട്ട് ഹൊട്ടാരു വേഗം പോയി അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഫീൽ ചെയ്യുന്നു. ബട്ട് അതിന് അധിക സമയം ഉണ്ടായില്ല. ഗിൻ പൂർണ്ണമായും അവിടെ നിന്ന് ഡിസപ്പിയർ ആകുന്നു. പോകുന്നതിന് മുമ്പ് ഗിൻ അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. അവസാനം ഗിന്നിന്റെ ഓർമ്മക്കായി അവളുടെ കയ്യിലുള്ളത് അവന്റെ മാസ്ക് മാത്രമാണ്. അവിടെയുള്ള ഗോസ്റ്റും ഗിന്നിനെ പറ്റി ആലോചിക്കുന്നു. അവസാനം അവനൊരു ഹ്യൂമനെ ടച്ച് ചെയ്തു. ഇങ്ങനെ പോകുന്ന ഹൊട്ടാരു കണ്ണീരോടെ പറയുന്നു, നമ്മൾ സ്പെൻഡ് ചെയ്ത എല്ലാ നിമിഷത്തിനും നന്ദി ഗിൻ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഇവിടെ പ്രസന്റിൽ എപ്പോഴത്തെ പോലെ ഹൊട്ടാരു തന്റെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ആനിമി അവസാനിക്കുന്നത്. സോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ മൂവീസ് നമ്മൾ വല്ലപ്പോഴും ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.